കൊച്ചിയിലേക്കാണ് ഇനി നമ്മൾ. അരുൺ ശങ്കർ ഉണ്ട് അവിടെ നിന്നും. അരുൺ ശങ്കർ, ഗുഡ് മോർണിംഗ്. സാധാരണ ജാഗ്രതാ നിർദ്ദേശം നൽകിയാൽ പിന്നെ മഴ ഒഴിഞ്ഞു നിൽക്കാറാണ് എന്നൊക്കെ കളിയാക്കാറുണ്ട് നമ്മളിപ്പോൾ വടക്കൻ ജില്ലകളിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവിടെയൊന്നും മഴ കാര്യമായി ഇല്ല എന്നും മനസ്സിലാക്കുന്നു. അത് ഒരു തരത്തിൽ ആശ്വാസമാണ്. അരുൺ, കൊച്ചിയിലെ അവസ്ഥ എന്താണ്? എന്തായാലും കൊച്ചിയിൽ നിന്നൊരു മഴ മോർണിംഗ് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ രാത്രി മഴയായിരുന്നു, ഇന്ന് പകൽ തുടങ്ങിയപ്പോൾ തന്നെ മഴയാണ്. അതിശക്തമായ മഴ തന്നെയാണ് കൊച്ചിയിലും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലും പെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈവേയുടെ സൈഡിലാണ്. സർവീസ് റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി പെയ്ത മഴയുടെ ഭാഗം കൂടിയാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ആ മഴയ്ക്ക് വലിയ ശമനമില്ല. ഇടയ്ക്ക് ചെറിയ മഴ മാറുന്നുണ്ട് എന്നുള്ളതല്ലാതെ വീണ്ടും മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. ഒരു ഇടവേള ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്, അതുമാത്രമാണ്. പക്ഷേ തുടർച്ചയായിട്ട് മഴ പെയ്യുന്നു. മഴക്കെടുതികളെങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലൊക്കെ തന്നെ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ നിലവിൽ ഇതുവരെ അത്തരത്തിലുള്ള മഴക്കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് വലിയ ആശ്വാസകരമാണ്. ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് നഗരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഇടപ്പള്ളി. മഴ തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്, ഓടകളൊക്കെ നിറഞ്ഞു കവിയുന്നതും മറ്റും അല്ലേ? അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്നും അരുൺ ശങ്കർ. മഴ ശക്തമായി തന്നെ തുടരുന്നു എന്നാണ് പറയുന്നത്. ഇനി അഞ്ജന സുകുമാരനുണ്ട് കോഴിക്കോട് നിന്ന്. അഞ്ജന, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് മഴ എങ്ങനെയുണ്ട്? കോഴിക്കോട് നല്ല തീവ്ര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ മുതൽക്ക് തന്നെ ശക്തമായ രീതിയിലാണ് മഴ പെയ്യുന്നത്. ഒപ്പം പല മേഖലയിലും ശക്തമായ കാറ്റുമുണ്ട്. ഈ മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് റെഡ് അലേർട്ടാണ് ജില്ലയിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ മുതൽക്ക് തീവ്രമായ രീതിയിൽ മഴ പെയ്യുന്നതും. ഈ റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾ, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് ജില്ലയിൽ. എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള പരീക്ഷകൾക്കൊന്നും തന്നെ മാറ്റമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഇന്നും നാളെയും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവേശന വിലക്ക് നിലനിൽക്കുന്നുണ്ട്. അതായത് ഇന്നും നാളെയും ജില്ലയിൽ റെഡ് അലേർട്ട് ആയിരിക്കുമെന്നുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. DTPCക്ക് കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ തുടങ്ങി മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇത്തരത്തിലുള്ള വിലക്ക് ഉണ്ട് എന്നുള്ളതാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകളൊക്കെ തന്നെയും വെള്ളത്തിന് അടിയിലായിട്ടുണ്ട്. ഇതിനോടകം തന്നെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി മലയോര മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മുക്കം, താമരശ്ശേരി, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം മേഖലകളിലൊക്കെ തന്നെയും വലിയ രീതിയിലാണ് മഴ പെയ്യുന്നത്. നഗരപ്രദേശങ്ങളിൽ നിന്നും മാറ്റമുണ്ട്. അവിടെ അതിതീവ്ര മഴയാണ് അവിടെ പെയ്യുന്നത്. ഇതിനേക്കാൾ ശക്തമായ രീതിയിലാണ് മഴ പെയ്യുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിലും ഈ ഒരു നിലയിൽ ശക്തമായി തന്നെ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നത്. മോദി, കോഴിക്കോട് ഇതാണ് അവസ്ഥ. അഞ്ജന നിൽക്കുമ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുടയിലൊക്കെ വെള്ളം വീഴുന്ന ശബ്ദമാണ് അഞ്ജനയുടെ സംസാരത്തിനൊപ്പം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. മഴ എത്ര വേണേ പെയ്തോട്ടെ, പക്ഷെ അത് മനുഷ്യന് ദുരിതം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വന്നാലാണ് നമുക്ക് ബുദ്ധിമുട്ട് അല്ലേ? കൊച്ചിയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. അവിടെ അരുൺ സംസാരിക്കുകയായിരുന്നല്ലോ. വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് അരുൺ സംസാരിച്ചുകൊണ്ടിരുന്നത്. അരുൺ, കൊച്ചിയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ ചതുപ്പ് പ്രദേശങ്ങളൊക്കെ ഒരുപാടുള്ളൊരു സ്ഥലമാണ് കൊച്ചി. അവിടെ ആരെങ്കിലും മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ ഉണ്ടോ? അങ്ങനെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതായിട്ടുള്ള അറിയിപ്പൊന്നും ജില്ലാ ഭരണകൂടം ഇതുവരെയും നൽകിയിട്ടില്ല. ഇത് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിൽ സാധാരണഗതിയിൽ മഴ പെയ്താൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കിയിരുന്നു. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഹൈവേയുടെ ഭാഗത്ത് മാത്രമാണ്, ബൈപ്പാസിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ നിലവിൽ കാണാൻ കഴിയുന്നത്. അത് ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. പല ഇടറോഡുകളിലേക്കുമൊക്കെ ഈ സർവീസ് റോഡ് വഴിയാണ് ആളുകൾ പോകുന്നത് വണ്ടിയിലൊക്കെ. അപ്പോൾ അവിടെ അത്തരം ഇരുചക്ര വാഹനങ്ങളിലൊക്കെ വരുന്നവരൊക്കെ തന്നെ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വെള്ളക്കെട്ട് കാരണം. അതോടൊപ്പം തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഈ കിഴക്കൻ മേഖലയിലൊക്കെ തന്നെയാണ് വലിയ രീതിയിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകാറുള്ളത്. നഗരമേഖലയിലും ഉണ്ടാകാറുണ്ട്. പല സ്ഥലങ്ങളിലും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് സാധാരണഗതി. പക്ഷേ നിലവിൽ ഇതുവരെ ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള ഒരറിയിപ്പും നൽകിയിട്ടില്ല എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആശ്വാസകരമാണ്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ എറണാകുളത്ത് നഗരത്തിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ചേട്ടാ വീഴരുത് ഒന്ന് വന്നിട്ട് പോ.
എങ്ങനെയുണ്ട് മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴ ഭയങ്കര മഴയാണ്, ഒരു രക്ഷയില്ല. മഴേനെക്കാട്ടും വലുതാണ് നമ്മുടെ റോഡുകൾ, ഒരു രക്ഷയില്ലാത്ത റോഡുകൾ. ആകെ കുഴിയും വെള്ളവും. ഇപ്പൊ തന്നെ ഇവിടെ വീടാൻ പോയി, ഒരു രക്ഷയില്ല. കറക്റ്റ് നമ്മൾ ജോലിക്ക് കയറും ചെയ്യണമല്ലോ, അതാണ്. മറ്റു സ്ഥലങ്ങളിലുണ്ടോ വെള്ളക്കെട്ട്? എല്ലായിടത്തും വെള്ളക്കെട്ടാ. ഞാൻ കാക്കനാട് നിന്ന് തന്നെയാണ്, ഒരു എളുപ്പം വഴി നോക്കി പോകാനാണ്. പക്ഷേ സമയത്ത് എത്തില്ല. ഇനിയിപ്പോൾ അരമണിക്കൂർ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റും. പോകണം ഇവിടെ. ശരി. ഓക്കെ. അപ്പോൾ അവർ ജോലി സംബന്ധമായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പല സ്ഥലങ്ങളിലും എന്നുള്ളത് നമുക്ക് വ്യക്തമല്ലല്ലോ. വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം പോകാൻ.